നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 7ാമത് NH അൻവർ മാധ്യമ അവാർഡിനായുള്ള എൻട്രികൾ ക്ഷണിച്ചു. 2024 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ സംപ്രേഷണം ചെയ്ത ന്യൂസ് സ്റ്റോറികളാണ് പരിഗണിക്കുന്നത്. പൈവലികയിൽ 15-കാരിയെയും അയൽവാസിയായ യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പ്രതിസന്ധിയിൽ. ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം വൈകുന്നതാണ് വെല്ലുവിളി ഉയർത്തുന്നത്. ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡർ എന്നീ തസ്തികകൾ നിർത്തലാക്കിയതിൽ പ്രതിഷേധം. ജോയിന്റ് കൗൺസിൽ, NGO അസോസിയേഷൻ, NGO സംഘ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ആരോഗ്യ ശുചിത്വ മേഖലയ്ക്ക് ഊന്നൽ നൽകി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ 5ാമത് ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി ബജറ്റ് അവതരിപ്പിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നായർ എക്സ്പാട്രിയേറ്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം മാർച്ച് അവസാന വാരവും ഏപ്രിൽ ആദ്യവാരവുമായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. NH അൻവർ ട്രസ്റ്റിന്റെ 7ാമത് NH അൻവർ മാധ്യമ അവാർഡിനായുള്ള എൻട്രികൾ ക്ഷണിച്ചു. ടെലിവിഷൻ മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കും സാറ്റലൈറ്റ് കേബിൾ ചാനലുകളിലെ മികച്ച ന്യൂസ് സ്റ്റോറിക്കുമാണ് അവാർഡ് നൽകുന്നത്. 2024 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ സംപ്രേഷണം ചെയ്ത ന്യൂസ് സ്റ്റോറികളാണ് പരിഗണിക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന NH അൻവർ ട്രസ്റ്റ് 7ാമത് NH അൻവർ മാധ്യമ അവാർഡിനായുള്ള എൻട്രികൾ ക്ഷണിച്ചു. ടെലിവിഷൻ മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കും സാറ്റലൈറ്റ് കേബിൾ ചാനലുകളിലെ മികച്ച ന്യൂസ് സ്റ്റോറിക്കുമാണ് അവാർഡ് നൽകുന്നത്. 2024 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ സംപ്രേഷണം ചെയ്ത ന്യൂസ് സ്റ്റോറികളാണ് പരിഗണിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്ന് ആസക്തി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിലുള്ള മികച്ച ന്യൂസ് സ്റ്റോറിക്കാണ് സാറ്റലൈറ്റ് വാർത്താ ചാനൽ വിഭാഗത്തിൽ അവാർഡ് നൽകുന്നത്. കേബിൾ ചാനലുകൾ സംപ്രേഷണം ചെയ്ത സാമൂഹ്യ പ്രസക്തമായ മികച്ച ന്യൂസ് സ്റ്റോറിക്കാണ് അവാർഡ് നൽകുന്നത്. കേബിൾ ചാനൽ വിഭാഗത്തിൽ മികച്ച അവതാരകൻ, ക്യാമറ പേഴ്സൺ എന്നീ വിഭാഗങ്ങളിലെ അവാർഡുകൾക്കും എൻട്രികൾ ക്ഷണിച്ചു. ക്യാഷ് അവാർഡും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. NH അൻവർ ഓർമ്മ ദിനമായ മെയ് 7 സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. എൻട്രികൾ NHAnwarawards@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ഏപ്രിൽ 10 മുൻപായി അയക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 8086897003 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൈവലികയിൽ 15-കാരിയെയും അയൽവാസിയായ യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പ്രതിസന്ധിയിൽ. ആന്തരികാവയവങ്ങളുടെ പരിശോധനാഫലം വൈകുന്നതാണ് വെല്ലുവിളി ഉയർത്തുന്നത്. മരണവുമായി ബന്ധപ്പെട്ട് വ്യക്തത കണ്ടെത്തണമെന്ന് കോടതി അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ മാസം 9-നാണ് 15-കാരിയെയും അയൽവാസിയായ 42-കാരനെയും പൈവളികയിലെ വീടിന് സമീപത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 26 ദിവസത്തെ തിരച്ചിലിനൊടുവിലായിരുന്നു ജീർണിച്ച നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യയുടെ സൂചനയാണ് ലഭിച്ചതെങ്കിലും അതുറപ്പിക്കുവാൻ പോലീസ് സർജനോ അന്വേഷണ സംഘത്തിനോ സാധിച്ചിട്ടില്ല. മൃതദേഹങ്ങൾ അഴുകിയ അവസ്ഥയിലായിരുന്നു. മരണകാരണം കണ്ടെത്തുന്നതിനായി ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ഫലം ലഭിക്കുവാൻ വൈകുമെന്നാണ് വിവരം. 45 കിലോ ഭാരമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ മൃതദേഹത്തിന്റെ ഭാരം 13 കിലോയിൽ താഴെയായിരുന്നു. സമാനമായിരുന്നു 42 വയസ്സുകാരൻ്റെയും അവസ്ഥ. ആന്തരികാവയവങ്ങളെല്ലാം ചുരുങ്ങിപ്പോയതിനാൽ കൃത്യമായ ഫലം ലഭിക്കുവാനുള്ള സാധ്യതയും കുറവാണ്. ആത്മഹത്യ എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ കുട്ടിയുടെ അമ്മയുടെ ഹേബിയസ് കോർപ്പസ് ഹർജിക്ക് പിന്നാലെ കേസിൽ ഇടപെട്ട ഹൈക്കോടതി കൊലപാതകമാണോ എന്ന സംശയം മുന്നോട്ട് വെച്ചിരുന്നു. മരണവുമായി ബന്ധപ്പെട്ട് വ്യക്തത കണ്ടെത്തണമെന്ന് കോടതി അന്വേഷണ സംഘത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ജോയിന്റ് കൗൺസിൽ NGO അസോസിയേഷൻ NGO സംഘ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡർ എന്നീ തസ്തികകൾ നിർത്തലാക്കി കരാർ നിയമനം നടത്തുവാനുള്ള സർക്കാർ ഉത്തരവിനെതിരെയായിരുന്നു പ്രതിഷേധം. ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡർ എന്നീ തസ്തികകൾ നിർത്തലാക്കി കരാർ നിയമനം നടത്താനുള്ള സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൗൺസിൽ NGO അസോസിയേഷൻ NGO സംഘ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരം ജില്ലാ സെക്രട്ടറി CK ബിജുരാജ് ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാരുടെ തസ്തിക ഏകദേശം പൂർണ്ണമായും കരാർവൽക്കരിച്ചു. ശുചീകരണ തൊഴിലാളികളുടെ നിയമനം പുറം കരാർ കൊടുത്തു. മറ്റ് കുടുംബശ്രീ മുഖേനയുള്ള ഏജൻസികൾ കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെ പറയുമ്പോഴും കേരളത്തിലെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് അധികാരത്തിലിരിക്കുന്ന കാര്യം നമ്മളെല്ലാം ഓർക്കേണ്ടതാണ്. ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സർക്കാർ നിയമനങ്ങളും കൂടാതെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത് ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായ ഒരു സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് ഈ സിവിൽ സർവീസിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും ഓർക്കണം. ഇതിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പ്രതിഷേധ സമരങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് നടന്നു വരികയാണ്. പ്രസിഡന്റ് E. മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ P. ദിവാകരൻ, K. പ്രീത, G. സുരേഷ് ബാബു, പ്രസാദ് കരുവളം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T. റിജേഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PV നിഷ, M. വിശ്വംഭരൻ, മേഖലാ ഭാരവാഹികളായ KV രാജൻ, സുജിത് ഉണ്ണിത്താൻ, KT രമേശ്, സുരേഷൻ കുറ്റിപ്പുറത്ത്, KR റജി എന്നിവർ സംസാരിച്ചു. NGO അസോസിയേഷൻ നടത്തിയ സമരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോയ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ഇനിയിപ്പോൾ PSC ലിസ്റ്റിലുള്ള OA തസ്തികയിലും ടൈപ്പിസ്റ്റ് തസ്തികയിലും ലിസ്റ്റിലുള്ള ചെറുപ്പക്കാർ ആത്മഹത്യയുടെ വക്കിലാണ്. അവിടെ ഇനി പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള ഒരു കറുത്ത ഉത്തരവാണ് കഴിഞ്ഞ ദിവസം ഇറക്കിയത്. ഇതിനെതിരെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രതിഷേധവും മുന്നോട്ട് വരുന്നില്ല. നമുക്കറിയാം, ജോയിന്റ് കൗൺസിൽ പോലുള്ള സംഘടനകൾ പ്രതിഷേധത്തിൽ വരുന്നുണ്ടെങ്കിലും കേരളത്തിലെ ജീവനക്കാരുടെ ഏറ്റവും വലിയ സംഘടന എന്ന് അവകാശപ്പെടുന്ന NGO യൂണിയൻ ഇപ്പോൾ കലാമേളകളും മത്സരങ്ങളും കൊണ്ട് നടക്കുകയാണ്. അവർക്ക് ഈ OA തസ്തിക നിർത്തലാക്കിയത് അവർ അറിയുന്നില്ല. ടൈപ്പിസ്റ്റ് തസ്തിക നിർത്തലാക്കിയത് അവർ അറിഞ്ഞിട്ടില്ല. ജീവനക്കാരെ ഇത്രയും ദുരിതപൂർണമായ ഈ ജീവിത സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്ന ഇടതുപക്ഷത്തിനെതിരെ വരും കാലങ്ങളിൽ ജീവനക്കാർ ഒന്നിച്ചു പോരാടാനുള്ള കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് AT ശശി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KM ജയപ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CK അരുൺകുമാർ, വത്സല കൃഷ്ണൻ, ജയപ്രകാശ് ആചാര്യ, രാധാകൃഷ്ണൻ, നേതാക്കളായ VM രാജേഷ്, ഗിരീഷ് ആനപ്പെട്ടി, ജയരാജ് പെരിയ, M ഗിരിജ, AV ബാബു, പ്രസീത കൈപ്രത്ത്, ശിവകുമാർ, നവനീത് കൃഷ്ണൻ, പപ്പൻ കുളിയൻമരം, K കുശലൻ, B ഗോപകുമാർ, രാമകൃഷ്ണൻ, ശ്രീലേഷ് എന്നിവർ സംസാരിച്ചു. NGO സംഘിന്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിൽ നടത്തിയ പ്രകടനവും പൊതുയോഗവും ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി PC സുനിൽ, K രവികുമാർ, P പീതാംബരൻ, രവീന്ദ്രൻ കൊട്ടോടി, രഘുനാഥൻ, ആഞ്ജനേയൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാനടുക്കം ശ്രീ അയ്യപ്പ ക്ഷേത്രം നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠ, കൊടിയേറ്റ്, ആറാട്ട് മഹോത്സവവും 26-ന് ആരംഭിക്കും. 16 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാനടുക്കം ശ്രീ അയ്യപ്പ ക്ഷേത്രം നവീകരണ കലശവും ധ്വജപ്രതിഷ്ഠ, കൊടിയേറ്റ്, ആറാട്ട് മഹോത്സവവും മാർച്ച് 26-ന് ആരംഭിക്കും. 16 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്ര തന്ത്രീശൻ ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ 25ഓളം താന്ത്രിക ആചാര്യന്മാർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 2-ന് ദേവപ്രതിഷ്ഠയും ജീവകലശാഭിഷേകവും, ഏപ്രിൽ 5-ന് രാവിലെ ധ്വജപ്രതിഷ്ഠയും, വൈകുന്നേരം 7-ന് കൊടിയേറ്റം, ഏപ്രിൽ 10-ന് ആറാട്ട് മഹോത്സവവും നടക്കും. എല്ലാ ദിവസവും ഉത്സവങ്ങളും ക്ഷേത്ര ചടങ്ങുകളും നടത്തപ്പെടുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഉത്സവം ഏപ്രിൽ 10-ന് സമാപിക്കും. കൊടിമരത്തോടു കൂടിയുള്ള പ്രതിഷ്ഠ, ഒന്ന് കലശാഭിഷേകം 2-ാം തീയതി, 5-ാം തീയതി കൊടിമര പ്രതിഷ്ഠ. ഈ 2 ചടങ്ങുകൾ നടക്കുന്നതുകൊണ്ടാണ് ഓരോ ഉത്സവത്തിനും 8 ദിവസം വീതം വേണ്ടതുകൊണ്ടാണ് 16 ദിവസത്തെ കലശാഭിഷേകം വെച്ചത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ധ്വജം പ്രതിഷ്ഠിക്കുന്ന അയ്യപ്പ ക്ഷേത്രം ഒന്നും തന്നെയില്ല.
ആദ്യമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് മാനടുക്കത്ത് ഈ ധ്വജപ്രതിഷ്ഠയോടുകൂടി നടക്കുന്നത്. അതിൻ്റെ പ്രാധാന്യവും, അതായത് നമ്മളെ കാസർഗോഡ് ജില്ലയിൽ തരണനല്ലൂർ ഉണ്ണി നമ്പൂതിരിപ്പാട്, പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ താന്ത്രിക വിദഗ്ധനാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാറന്തർ രമേശ് കാറന്തറാണ് ഇതിൻ്റെ ശില്പിയായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ആർ മോഹൻകുമാർ, കൺവീനർ പി ശശിധരൻ, ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം നാരായണൻ നായർ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അശോക് കുമാർ, വൈസ് ചെയർമാൻ കെ നാരായണൻ നായർ, പബ്ലിസിറ്റി ചെയർമാൻ എ കെ രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രീ പ്രൈമറി വിദ്യാലയങ്ങളെ മനോഹരവും ആകർഷകവുമാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി കുട്ടികളുടെ വിവിധ ശേഷി വികാസങ്ങൾക്കനുസൃതമായ പഠനോപകരണങ്ങൾ തയ്യാറാക്കുന്ന ശില്പശാല തുടങ്ങി. പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാതൃകാ പ്രീ പ്രൈമറിയാണ് ഇവിടെ ഒരുക്കുന്നത്. കുരുന്നുകൾക്ക് കണ്ടും കേട്ടും അറിഞ്ഞും വളരാനായി ഹരിത ഉദ്യാനം, വിശാലമായ കളിയിടം, ശിശു സൗഹൃദ ഇരിപ്പിടങ്ങൾ, വർണ്ണാഭമായ ക്ലാസ് മുറികൾ എന്നിവയും വായനായിടം, ഗണിതയിടം, വരയിടം തുടങ്ങി 13 കോർണറുകളും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളെ ആകർഷിക്കുകയും അവരുടെ അക്കാദമിക, ഭൗതിക, മാനസിക ചിന്തകൾ വികസിപ്പിക്കുകയും ചെയ്യുന്ന ചുമർചിത്രങ്ങൾ എന്നിവയും വർണ്ണക്കൂടാരത്തിന്റെ പ്രത്യേകതയാണ്. സമഗ്ര ശിക്ഷയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ, ക്ലസ്റ്റർ കോർഡിനേറ്റർമാർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്ത ശില്പശാലയിലാണ് പഠനോപകരണങ്ങൾ നിർമ്മിച്ചത്. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ വി സുബ്രഹ്മണ്യൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ടി ഗീത, പ്രധാനാധ്യാപകൻ കെ കൃഷ്ണൻ, PTA പ്രസിഡന്റ് MKV രാജേഷ്, TV ബീന, M പുഷ്പലത എന്നിവർ സംബന്ധിച്ചു. പരിശീലനത്തിന് P രാജഗോപാലൻ, U സതീശൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആരോഗ്യ ശുചിത്വ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിനോടൊപ്പം അടിസ്ഥാന വികസന രംഗത്തും മുന്തിയ പരിഗണന നൽകുന്ന തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലുള്ള ഭരണസമിതിയുടെ 5ാമത് ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലിയാണ് 2025-26 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത്. മുൻബാക്കി 36,50,855 രൂപയടക്കം 34,21,55,405 രൂപ വരവും 33,60,35,900 രൂപ ചിലവും 61,19,505 രൂപ മിച്ചവും വരുന്ന 2025-26 വാർഷിക ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾക്ക് പച്ചക്കറിത്തോട്ടം, മിനി ഡയറി യൂണിറ്റ്, കോഴി വളർത്തൽ, പോത്തുകുട്ടി വിതരണം, മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവും വലയും, റിംഗ് കമ്പോസ്റ്റ് വിതരണം, കുടുംബശ്രീ ക്യാൻറ്റീൻ, EC കിച്ചൺ, ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രം, SQS പദ്ധതി, ക്ഷയരോഗികൾക്കുള്ള കിറ്റ് വിതരണം, ഡയാലിസിസ് രോഗികൾക്കുള്ള മരുന്ന് വിതരണം, ഭിന്നശേഷി ഉപകരണം, ഭിന്നശേഷി സംരംഭം, കോയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, സ്പീച്ച് ഓഡിയോ തെറാപ്പി, വിവിധ പൊതു ഇടങ്ങളിൽ CCTV സ്ഥാപിക്കൽ, വിവിധ തോടുകളുടെ നവീകരണം, ജലസേചനത്തിന് പമ്പ് സെറ്റ് വിതരണം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ പദ്ധതി, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോടുകളുടെയും നടപ്പാതകളുടെയും നിർമ്മാണം തുടങ്ങിയ വൈവിധ്യങ്ങളായ പദ്ധതികൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 2025-26 വാർഷിക പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞതിനാൽ ആയതുകൂടി ഉൾപ്പെടുത്തി സമഗ്രമായ ഒരു ബജറ്റാണ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. ഈ ബജറ്റിൽ ഉൽപ്പാദന മേഖലയിലെ ചെലവുകൾക്കായി 1,17,10,550 രൂപയും, സേവന മേഖലയിൽ 4,32,30,580 രൂപയും, പാശ്ചാത്യ മേഖലയിൽ 16,01,50,489 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷംസുദ്ദീൻ IT, ഹാഷിം കരോളം, M സൗദ, മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ C ചന്ദ്രമതി, TS നജീബ്, പഞ്ചായത്ത് അംഗങ്ങളായ M ജീഷ് ബാബു, KV കാർത്യായനി, ഫായിസ് ബീറിച്ചേരി, KV രാധ, MK ഹാജി, E ശശിധരൻ, N സുധീഷ്, പഞ്ചായത്ത് സെക്രട്ടറി R ബിജുകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാൻഫെഡിൻ്റെയും PN പണിക്കർ ഫൗണ്ടേഷൻ്റെയും കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായും ഒളവറ ഗ്രന്ഥാലയത്തിൻ്റെ ആദ്യകാല പ്രവർത്തകനുമായിരുന്ന K കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററുടെ 13ാം ചരമവാർഷിക ദിനത്തിൽ ഒളവറ ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. ഗ്രന്ഥാലയ ഹാളിൽ നടന്ന അനുസ്മരണം കാൻഫെഡ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളറുമായ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും സാക്ഷരതാ സാമൂഹ്യ സേവന മേഖലകളിൽ നേതൃനിരയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച ഒളവറയിലെ കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ തൃക്കരിപ്പൂരിലെയും വലിയപറമ്പിലെയും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്നു. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് രൂപീകരണത്തിലും തൃക്കരിപ്പൂർ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിക്കുന്നതിലും നേതൃത്വം നൽകിയിരുന്ന കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ PN പണിക്കർ ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപക ജനറൽ സെക്രട്ടറിയുമായിരുന്നു. ഗ്രന്ഥാലയ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം കാൻഫെഡ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ പരീക്ഷാ കൺട്രോളറുമായ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ കൂടിയാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസം പകരം 2 ദിവസമായാലും അതിൽ ഒരു അപാകതയും എൻ്റെ കുടുംബാംഗങ്ങൾ കണ്ടില്ല എന്ന മാത്രം അഗാധമായി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ നമ്മുടെ വീട്ടിൽ സ്വാധീനം പുലർത്തിയിരുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്ക് നിങ്ങൾക്കും ലഭിക്കുന്ന ഒരു പ്രത്യേകതയാണോ വ്യക്തിത്വമാണോ എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ മഹാനുഭാവൻ ചിരഞ്ജീവിയാണ് എന്ന് നമുക്ക് അറിയുന്ന കാര്യം ഒന്നുകൂടി മനസ്സിലേക്ക് ആവർത്തിച്ച് പറയാൻ നമുക്ക് ചാരിതാർത്ഥ്യം തോന്നുന്നു. ഗ്രന്ഥാലയം പ്രസിഡന്റ് TV വിജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിയൻ പ്രവർത്തകൻ KV രാഘവൻ മാസ്റ്റർ, ഗ്രന്ഥാലയം സെക്രട്ടറി C ദാമോദരൻ, ലൈബ്രറിയൻ K സജ്ജന, കാൻഫെഡ് ജില്ലാ സെക്രട്ടറി C സുകുമാരൻ മാസ്റ്റർ, ട്രഷറർ E രാഘവൻ മാസ്റ്റർ, ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ VK രതീശൻ, VV കൃഷ്ണൻ, K കണ്ണൻ, TV ഗോപി, ആശാ പവിത്രൻ, M നാരായണൻ, PV തമ്പാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ പുസ്തക ചർച്ച നടത്തി. സുസ്മേഷ് ചന്ദ്രോത്തിന്റെ മരണവിദ്യാലയം PT ഷൈനി ടീച്ചർ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് വാട്ടർ കൂളർ നൽകി 1999-2002 വർഷ കാലയളവിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. സൂപ്രണ്ട് അനീഷ് AP ഉദ്ഘാടനം നിർവഹിച്ചു. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 1999-2002 പൂർവ്വ വിദ്യാർത്ഥികൾ വാട്ടർ കൂളർ കൈമാറി. പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളായ ഷാജഹാൻ, മൈഷ, മുഹമ്മദ് ജാബിർ CA എന്നിവർ കൂളറും അനുബന്ധ രേഖകളും സൂപ്രണ്ടിന് കൈമാറി. സൂപ്രണ്ട് അനീഷ് AP ഉദ്ഘാടനം നിർവഹിച്ചു. 60ഓളം കുട്ടികളാണ് നമ്മുടെ അഡ്മിഷൻ നടക്കുന്ന ഒരു വർഷം. അങ്ങനെ 150 മേലെ കുട്ടികൾ വരുമ്പോൾ നമുക്ക് നിലവിലുള്ള കുടിവെള്ളം തികയാതെ വരുമ്പം ഉച്ച സമയങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു കുടിവെള്ളം കൂളർ നമുക്ക് ലഭ്യമാകുമോ എന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. PTA വൈസ് പ്രസിഡന്റ് പ്രകാശൻ N ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എഞ്ചിനീയറിംഗ് ഇൻസ്ട്രക്ടർ അൻസ് ജബ്ബാർ, ഫോർമാൻ നിജേഷ് VS, സ്റ്റാഫ് സെക്രട്ടറി ഷിജു എന്നിവർ സംസാരിച്ചു. PTA സെക്രട്ടറി ഹസൈനാർ സ്വാഗതവും ട്രഷറർ പ്രമോദ് K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നായർ എക്സ്പാട്രിയേറ്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനം മാർച്ച് അവസാന വാരവും ഏപ്രിൽ ആദ്യവുമായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് നായർ എക്സ്പാട്രിയേറ്റ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ നിർമ്മിച്ച 3 വീടുകളുടെ താക്കോൽ ദാനം മാർച്ച് അവസാന വാരവും ഏപ്രിൽ ആദ്യവുമായി നടക്കും. 26-ന് ബുധനാഴ്ച കുണ്ടംകുഴിയിലും 28-ന് പരവനടുക്കത്തുമായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും തുടർന്ന് ഏപ്രിൽ 4-ന് 3-ാമത്തെ വീടിന്റെ താക്കോൽദാനവും നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, E ചന്ദ്രശേഖരൻ MLA, നീവ ഭാരവാഹികൾ, സ്പോൺസർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. 9 വീട് പൂർത്തീകരിക്കുകയും 10, 11, 12, 13 വീടിൻ്റെ ഗൃഹപ്രവേശനം ഈ വരുന്ന ഡേറ്റിന് 26-ാം തീയതി, 28-ാം തീയതി, 4-ാം തീയതി നടക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന വ്യക്തിത്വങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവരാണ്. നമ്മുടെ നാട്ടിലെ MLAയും MP-യെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ വീടിൻ്റെ ഗൃഹപ്രവേശനം നടക്കുന്നത്. നീവ ചെയർമാൻ നാരായണൻ നായർ, പ്രസിഡന്റ് രാധാകൃഷ്ണൻ ചാത്തങ്കൈ, ഓഡിറ്റർ സുരേഷ് ചാത്തങ്കൈ, വൈസ് പ്രസിഡന്റ് അശോക് എടയില്യം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാൻഡ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഗ്രാൻഡ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു.
ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ, അഡീഷണൽ SP പി ബാലകൃഷ്ണൻ നായർ, ഡിവൈഎസ്പി CK സുനിൽകുമാർ, SHO നളിനാക്ഷൻ, കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, മാലിക് ദിനാർ ഇമാം അബ്ദുൽ മജീദ് ഭാഗവി, മഡോണ ചർച്ച് വികാരി ഫാദർ ലൂയിസ് കുട്ടിന, ഡോക്ടർ വെങ്കിട്ടരമണ ഹൊള്ള തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാവർക്കും റമദാൻ ആശംസകളാണ്. ഈ ഒരു പോലീസ് സീസണിൽ എല്ലാവർക്കും നന്നാവട്ടെ. എൻ്റെ എല്ലാവരും ആശംസകളെല്ലാം. മനുഷ്യന്മാരിങ്ങനെ സ്നേഹത്തോടെ ഒത്തുചേരുന്ന ഇടങ്ങൾ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അത്തരമൊരു ഇടമാണ് ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിനെ ഇങ്ങനെ ഒരു ഇടമൊരുക്കുക നമ്മുടെ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഞാൻ ഈ ഘട്ടത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇത്തരം കൂടിച്ചേരലാണ് നമ്മൾക്ക് ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൃക്കരിപ്പൂരിൽ നടന്ന പ്രതിഷേധ മാർച്ച് CITU കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കുടിശ്ശിക ഉടൻ നൽകുക, വെട്ടിക്കുറച്ച ലേബർ ബജറ്റ് പുനഃസ്ഥാപിക്കുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ സമരം തൃക്കരിപ്പൂർ ടൗണിൽ CITU കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സാധനം നിങ്ങൾ വാങ്ങിച്ചോ, അതിന്റെ 60% പൈസ പഞ്ചായത്ത് കൊടുക്കണം, 40% പൈസ തൊഴിലുറപ്പ് എടുക്കാം എന്നും പറഞ്ഞു. ആ ഇനത്തിൽ മാത്രം 57 കോടി രൂപ കിട്ടണം. ഇപ്പൊ പലയിടത്തും പ്രശ്നം എന്താ? സാധനം സപ്ലൈ ചെയ്ത പീഡിയക്കാരൻ ഇപ്പൊ സാധനം തരുന്നില്ല. അപ്പൊ പഞ്ചായത്താണെങ്കിൽ ഈ പദ്ധതിയെല്ലാം വെച്ചിട്ടുള്ളതാണ്. ഈ മാർച്ച് 31 മുമ്പേ അത് നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ അത് ലാപ്സായി പോകും. നിങ്ങൾ നോക്കും ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ പദ്ധതിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, ഏതെല്ലാം രൂപത്തിലാണ് ഈ പദ്ധതിയിൽ ജനങ്ങൾക്കുള്ള തൊഴിലാളികൾക്കുള്ള വിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. NREG വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ പ്രസിഡന്റ് AV രമണി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TV ഗംഗാധരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കുളങ്ങര രാമൻ, PV കൃഷ്ണൻ, KV കാർത്യായനി, ഏരിയ കമ്മിറ്റി ഭാരവാഹികളായ C വിജയൻ, KV രാമചന്ദ്രൻ, TP ഉഷ, K രാമകൃഷ്ണൻ, KV രാധ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ വയോജന അയൽക്കൂട്ട അംഗങ്ങൾക്കും ഓക്സിലറി അംഗങ്ങൾക്കുമായി തലമുറ സംഗമം നടത്തി. കോർണീഷ് ബീച്ചിൽ നടന്ന സംഗമം വലിയ പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മിഷന്റെ നിർദ്ദേശപ്രകാരം വയോജനങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും വാർദ്ധക്യം ഒരു രോഗമല്ലെന്നും അതൊരു ജീവിതാവസ്ഥയാണെന്നും തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കാനുള്ള അറിവ് പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നതിനാണ് തലമുറ സംഗമം ഒരുക്കിയത്. മാറിവരുന്ന കാലഘട്ടത്തിൽ തലമുറകൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും പഴയ കുടുംബങ്ങളിലെ സൗഹൃദാന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനുമായി സംഘടിപ്പിച്ച തലമുറ സംഗമം കോർണിഷ് ബീച്ചിൽ വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വീടാക്കി പോകുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. പക്ഷേ അവർ ആ വീട്ടിൽ നിന്നും എല്ലാ സാധനങ്ങളും എടുത്ത് ആ വീട്ടിലേക്ക് കൂടുമാറ്റപ്പെടുമ്പോൾ പുതിയൊരു കൂട്ടിലേക്ക് പോകുമ്പോൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷത്തിനപ്പുറം അവരുടെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അവരത് പുറത്ത് കാണിക്കൂല, പക്ഷെ അവരുടെ ഉള്ളില് അവർ വല്ലാതെ നീറുന്നുണ്ടാവും ആ സന്തോഷത്തിനിടയിലും. കുടുംബശ്രീ CDS അധ്യക്ഷ EK ബിന്ദു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുരേഷ് അരിയിൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഖാദർ പണ്ഡ്യാല, പഞ്ചായത്ത് അംഗങ്ങളായ V മധു, K അജിത, പഞ്ചായത്ത് സെക്രട്ടറി A ജയകുമാർ, CDS ഉപാധ്യക്ഷ K സജന, K ഷബ്ന, M ഖദീജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് C വിജയൻ, P ഖദീജ, VV സജീവൻ, EK ബിന്ദു, C രജിത എന്നിവർ വിഷയാവതരണം നടത്തി. സമാപന ഭാഗമായി കലാപരിപാടികൾ അവതരിപ്പിച്ചു. വയോജനങ്ങൾക്ക് പാരിതോഷിക വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 2025-26 വർഷത്തെ കള്ളാർ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും ദാരിദ്ര്യ ലഘൂകരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് ബജറ്റ്. സമ്പൂർണ്ണ പാർപ്പിട പഞ്ചായത്ത് എന്ന ലക്ഷ്യം നേടാൻ ഭവന പദ്ധതിക്ക് പ്രാധാന്യം നൽകി കള്ളാർ പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ്. പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ ഭവനരഹിതർക്കും വീടുറപ്പാക്കാൻ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടെ 11 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പശ്ചാത്തല മേഖല, അടിസ്ഥാന വികസനം, കൃഷി, മൃഗസംരക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യമേഖല, വയോജനം, ഭിന്നശേഷി, വനിതാ മേഖലകൾക്കും തുക നീക്കിവച്ചിട്ടുണ്ട്.
പ്രകൃതി, കുടിവെള്ള സംരക്ഷണം, ശുചിത്വം എന്നിവയ്ക്കും പരിഗണന നൽകിയിട്ടുള്ള ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ ഷാജി അവതരിപ്പിച്ചു. ഗ്രാമീണ റോഡുകളടക്കം ഉൾപ്പെടുന്ന പശ്ചാത്തല മേഖലയ്ക്ക് 3.5 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 6.37 കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നും ബജറ്റിൽ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന തരത്തിൽ പ്രകൃതി സംരക്ഷണം ഉറപ്പാക്കുമെന്നും ജലാശയങ്ങൾ, കുളവും കിണറുമടക്കമുള്ള കുടിവെള്ള സ്രോതസ്സുകൾ തുടങ്ങിയവ നവീകരിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. പ്രാരംഭ ബാക്കിയുള്ള 14,10,303 രൂപ ഉൾപ്പെടെ 32,36,77,863 രൂപ വരവും 32,25,563 രൂപ ചിലവും 36,52,300 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി ഗീത, കെ ഗോപി, സന്തോഷ് വി ചാക്കോ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി രേഖ, പി വി ശ്രീലത, പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഫിലിപ്പ്, എം കൃഷ്ണകുമാർ, സെക്രട്ടറി എ പ്രേമ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ രവീന്ദ്രൻ, വി കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കള്ളാർ. മഞ്ചേശ്വരത്ത് കാരുണ്യ സ്പർശമായി KMCC റിലീഫ് സംഗമം. ജിദ്ദ മക്ക മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി 3,50,000 രൂപയുടെ വിവിധ സഹായങ്ങൾ കൈമാറി. മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് മെരിക്ക് റിലീഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക ജീവകാരുണ്യ മേഖലയിൽ നിസ്വാർത്ഥ സേവനവുമായി മുന്നേറുന്ന KMCC ജിദ്ദ മക്ക മഞ്ചേശ്വരം നിയോജക മണ്ഡലം കമ്മിറ്റി റമദാൻ റിലീഫിന്റെ ഭാഗമായി വിവിധ സാമ്പത്തിക സഹായങ്ങൾ വിതരണം ചെയ്തു. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ചികിത്സാ ധനസഹായം, ഭവന സഹായം, വിദ്യാഭ്യാസ സഹായം എന്നിവ ഉൾപ്പെടെ 3,50,000 രൂപയുടെ സഹായങ്ങളാണ് കൈമാറിയത്. ഉപ്പള CH സൗധത്തിൽ ചേർന്ന ചടങ്ങിൽ വിവിധ പഞ്ചായത്ത് ലീഗ് ഭാരവാഹികൾ ധനസഹായം ഏറ്റുവാങ്ങി. മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് മെരിക്കെ റിലീഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു. KMCC ജിദ്ദ മക്ക മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റി സീനിയർ നേതാവ് ഇബ്രാഹിം ഇബ്ബു അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി AK ആരിഫ് സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം ട്രഷറർ സയ്യിദ് UK സൈഫുള്ള തങ്ങൾ അൽപുക്കാരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് മണ്ഡലം ഭാരവാഹികളായ അബ്ദുല്ല മാദേരി, സെഡ്ഡെ കയ്യാർ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ BN മുഹമ്മദ് അലി, ഷാഹുൽ ഹമീദ് ബന്ദിയോട്, അഷ്റഫ് സിറ്റിസൺ, അബ്ദുല്ല കച്ച, BA അബ്ദുൽ മജീദ്, താജുദ്ദീൻ കടമ്പാർ, അസീസ് കളായി, EK മുഹമ്മദ് കുഞ്ഞി, അഷ്റഫ് അമേക്കള, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി റഹ്മാൻ ഗോൾഡൻ, MSF മണ്ഡലം പ്രസിഡന്റ് സർഫറാസ് ബന്ദിയോട്, KMCC നേതാക്കളായ ഇബ്രാഹിം ബേരിക്കെ, KMCC ജിദ്ദ മക്ക മഞ്ചേശ്വരം മണ്ഡലം ട്രഷറർ മമ്മാലി ഹൊസങ്കടി, ഹസൻ ബസ്താനി, സലീം കടമ്പാർ, അബ്ദുൽ റഹിമാൻ പച്ചിലമ്പാറ, മൊയ്തീൻ ഹൊസങ്കടി, ഹനീഫ് ഹേരൂർ, ത്വാഹിർ BI മുഹമ്മദ് റഫീഖ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അഹ്ദൽ നഗർ റഹ്മ ജുമാ മസ്ജിദിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. അഹ്ദൽ നഗർ റഹ്മ ജുമാ മസ്ജിദിൽ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റ് ശ്രദ്ധേയമായി. നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി പേർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. സയ്യിദ് ഹസൻ ആരിഫ് തങ്ങൾ ചേവാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് റഹ്മ ജുമാ മസ്ജിദ് ഖത്തീബ് ഷഫീഖ് സാദി തിരൂർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നിരവധി പ്രമുഖരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 7ാമത് NH അൻവർ മാധ്യമ അവാർഡിനായുള്ള എൻട്രികൾ ക്ഷണിച്ചു. 2024 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ സംപ്രേഷണം ചെയ്ത ന്യൂസ് സ്റ്റോറികളാണ് പരിഗണിക്കുന്നത്. പൈവലികയിൽ 15-കാരിയെയും അയൽവാസിയായ യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പ്രതിസന്ധിയിൽ. ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം വൈകുന്നതാണ് വെല്ലുവിളി ഉയർത്തുന്നത്. ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡർ എന്നീ തസ്തികകൾ നിർത്തലാക്കിയതിൽ പ്രതിഷേധം. ജോയിന്റ് കൗൺസിൽ, NGO അസോസിയേഷൻ, NGO സംഘ് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ആരോഗ്യ ശുചിത്വ മേഖലയ്ക്ക് ഊന്നൽ നൽകി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ 5ാമത് ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി ബജറ്റ് അവതരിപ്പിച്ചു.
NREG വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നായർ എക്സ്പാട്രിയേറ്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം മാർച്ച് അവസാന വാരവും ഏപ്രിൽ ആദ്യവാരവുമായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.